ഈ സിനിമയെന്ന് പറഞ്ഞപ്പോ അതിൽ ഇവര് കാസ്റ്റിംഗ് ആയിട്ടുണ്ടാവോ? പറഞ്ഞ സിനിമയിലാണെങ്കിൽ ഇവരെ കാസ്റ്റിംഗ് ആയിട്ടുണ്ടാവുന്നു. തീർച്ചയായിട്ടും ഇവരെന്താ എടുക്കാതിരിക്കുന്നത്? ഇവരെന്താ അടിപൊളിയായിട്ടല്ലേ ഇവർ ഈ പാട്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എടുക്കും, തീർച്ചയായിട്ടും ഞാൻ എടുക്കും. തീർച്ചയായും. നടൻ പ്രേംകുമാർ സീരിയലിനെ പറ്റിയിട്ട് കാര്യം എനിക്ക് അതിലൊന്നും അഭിപ്രായമില്ല. സീരിയലിൽ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയല്ലേ? അതെ, സീരിയല് അഭിനയിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന കുടുംബവിളക്കത്തെ വേദിക റോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ദ ടെലിവിഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ കുറച്ച് മൂവി ചെയ്ത് എന്നാൽ ടെലിവിഷനും ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയിൽ നിന്നും കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, ടെലിവിഷൻ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, പല പ്ലാറ്റ്ഫോമിൽ നിന്നും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയതമയാണ്. സോ ഞാൻ പ്രിയതമനെ പറ്റി സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആൾക്കാർ മാത്രം പോരാ, നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്. സോ ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെ ഞാൻ നോക്കുന്നത്. സോ ഓരോ പ്രൊജക്ട് അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ചൊരു സാധനം ചെയ്താൽ അതിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുമെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടന്റ് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായി ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ. ലാലേട്ടനെ കിട്ടിയെങ്കിൽ അടുത്ത ആള്. സോ എല്ലാ പ്രോസസ്സും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി, എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ബിക്കോസ് ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവരെ. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ കല്യാണ പ്രൊജക്ട് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റി കളയണം. വേറെ ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈകോഡ് എന്ന് പറഞ്ഞ നെയിം പോപ്പുലർ ആവണമെങ്കിൽ എനിക്ക് ഇവരുടെ റീച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയാണ് ഞാൻ റീച്ചിലേക്ക് എത്തിയത്. ആൻഡ് പോരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസർ നിങ്ങൾ പൈസ കുറച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണെന്ന് കിട്ടുന്നത്? കുറച്ചൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞത് നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞാൽ നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്ത്. നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ്, കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ബബിഷയിലും കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സിമ്പിൾ അല്ല, കളർഫുൾ ആക്കാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് നല്ല രീതിയിലായിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഈ സോങ് ചെയ്തത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം മൂവി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മൂവി പ്രൊഡക്ഷനിലേക്കുള്ളത്. സോ ഇത് നമ്മുടെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്കൈകോഡ് എന്ന ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സോങ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഉഗ്ര മൂവിയായിട്ട് വരുന്നുണ്ട് 2025. സോ അതിലേക്ക് എത്തിപ്പെടാൻ ഈ സോങ് ഹെൽപ്പ് ചെയ്യുന്നു കരുതുന്നു. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം. അപ്പൊ എല്ലാരും സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ഫീഡ് ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. അല്ല നമ്മള് കുറെ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും. ഓഡിയോ പ്ലാറ്റ്ഫോംസ് സ്പോട്ടിഫൈ ഒക്കെ എല്ലായിടത്തും റിലീസ് ആണ്. യൂട്യൂബിൽ ഇപ്പോൾ പ്രീമിയർ ആണ്, ഞങ്ങളുടെ 630 വേൾഡ് പ്രീമിയർ ആണ്. പിന്നെ മ്യൂസിക് പ്ലാറ്റ്ഫോം 45+ മ്യൂസിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. OTT അല്ല,
OTT ശരണ്യത ഓൾറെഡി സ്പോട്ടിഫൈ പോലത്തുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസ്, ഓഡിയോ മ്യൂസിക് സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ സ്കൈ കോഡ് ലേബൽ ആണ് പ്രൊഡക്ഷൻ